നമസ്കാരം. ഞാൻ വി ബി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേരുടെ സംശയങ്ങൾ കുറേ ദിവസമായിട്ട് ചോദിച്ചു. ഞാനത് കണ്ടില്ല എന്ന് നടിച്ചതല്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ് അതിൻ്റെ മറുപടി കൊടുക്കാഞ്ഞതും ഒരുപക്ഷെ. അതുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒരുപാട് പേരുടെ ചോദ്യമാണ്, കുഴികൾ, വീടിന് സമീപത്തെ കുഴികൾ നമ്മളെ ബാധിക്കുമോ? അതിനെന്തെങ്കിലും ദോഷമുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ എത്രത്തോളം അവരുടെ അറിവ് കുറവാണെന്ന് ആലോചിച്ച് നോക്കണം. വീട്ടിലെ കുഴികൾ നമ്മളെ സ്വാധീനിക്കുമോ എന്നുള്ളതിൻ്റെ ഉത്തരം സ്വാധീനിക്കുമെന്ന് മാത്രമല്ല, വളരെ തോതിൽ അതിശക്തമായി നമ്മളെ കുഴികൾ സ്വാധീനിക്കും എന്നുള്ളതാണ്. കുഴികൾ നമുക്ക് വീട് വയ്ക്കുമ്പോൾ കുഴികൾ ആവശ്യമാണ്. നമുക്ക് പല വീടിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുഴികൾ ഉണ്ടാക്കുക. കുഴികൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് വരിക നമുക്ക് നോക്കാം. ഒന്ന്, കിണറായിട്ട് കുഴികൾ വരാം. 2, സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴികൾ, കുളിമുറിയിൽ നിന്നുള്ള വെള്ളം പോകുന്ന കുഴികൾ, അടുക്കളയിൽ നിന്ന് സിങ്കിൽ നിന്നും മറ്റും പോകുന്ന കുഴികൾ, ഇങ്ങനെയുള്ള കുഴികളാണ് നമ്മൾ ബേസിക്കലി വരിക. പിന്നെ അതുകൂടാതെ കേരളത്തിലെ കുറേ ജില്ലകളിൽ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പറമ്പുകളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവരുടെ പ്രദേശത്തൊക്കെ കുളങ്ങൾ നിർമ്മിക്കുന്നത് കണ്ടു. കുളങ്ങൾ, പഴയ വീടുകളുടെ സമീപത്ത് കുളങ്ങളുണ്ട്, അത് സ്ഥാനത്ത് തന്നെ വന്നിട്ടുള്ള ഒരുപാടുണ്ട്. പക്ഷേ ഈ കുളങ്ങളും ഈ കുഴികളും കുഴിക്കുമ്പോൾ അവ സ്ഥാനത്തല്ലെങ്കിൽ അത് വീട്ടിൽ ദുരന്ത സമാനമായ കാര്യങ്ങളുണ്ടാവും. ഇത് കുഴികൾ സ്വാധീനിക്കുമോ എന്ന കാര്യത്തിനൊപ്പം തന്നെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. തെക്ക് മധ്യത്തിൽ, പടിഞ്ഞാറ് മധ്യത്തിൽ, പടിഞ്ഞാറ് ഒക്കെ കുഴികൾ കുഴിക്കാൻ പാടുണ്ടോ? ഈ വീഡിയോ 450-500ഓളം വീഡിയോകളുണ്ട് ഇതിനകത്ത്, യൂട്യൂബിനകത്ത്. അത് മിക്കവാറും കണ്ടുള്ള ആളുകളൊന്നും ചോദിക്കില്ല, പക്ഷേ അങ്ങനെ കാണാത്തവരായിരിക്കാം ചോദിച്ചിട്ടുള്ളത്. തെക്കും പടിഞ്ഞാറും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും ചോദിക്കുന്നത് പടിഞ്ഞാറ് കുഴി വെച്ചൂടെ, വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണ്. അങ്ങനല്ല. നമ്മൾ എത്ര പരിമിതമുള്ള വസ്തുവിൽ ജീവിക്കുന്ന ആളുകളായപ്പോലും സ്ഥാനത്തിന് സ്ഥാനം മാറാൻ കഴിയില്ല. സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കണ്ണ്, നമ്മുടെ മുഖത്ത് കണ്ണ് എവിടെയാണ് സ്ഥിതി ചെയ്യുക? നെറ്റിക്ക് തൊട്ട് താഴെയാ. നെറ്റിക്ക് തൊട്ട് താഴെയാണ് കണ്ണ് സ്ഥിതി ചെയ്യുക. ആ കണ്ണിനെ മാറ്റി വയ്ക്കാൻ പറ്റുമോ നമുക്ക്? സ്ഥാനം പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം സ്ഥാനമാണ്. സൂര്യൻ കിഴക്കാ ഉദിക്കുക, സൂര്യൻ പടിഞ്ഞാറ് പോയി ഉദിക്കാൻ പറ്റുമോ? വടക്കുദിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും മുഖ്യമായ സ്ഥാനമാണ്. സ്ഥാനത്തിന് വലിയ ഘടകമുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, യാതൊരു കാരണവശാലും തെക്കിലും പടിഞ്ഞാറിലും കുഴികൾ വന്നുകൂടാ. തെക്കിലും പടിഞ്ഞാറിലും കുഴികൾ വന്നാൽ നമുക്ക് നോക്കാം. പടിഞ്ഞാറിലെ കുഴിയെപ്പറ്റി ആദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. പടിഞ്ഞാറ് കുഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന്, ആണുങ്ങളുടെ പ്രശസ്തിയെ അത് മോശമായി ബാധിക്കാം. തുടർച്ചയായ രോഗാവസ്ഥ വീടിനെ ചൂടി നിൽക്കാം. അവിടെ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥകൾ വന്നുപെടാം. ഉള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാം. രോഗാവസ്ഥയ്ക്ക് ഒരു കുറവുണ്ടാകില്ല. ഹൃദ്രോഗം, അതുപോലെ തന്നെ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ വലിയ സാധ്യതയുണ്ട്. പടിഞ്ഞാറ് കുഴി വന്നു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ശക്തിയെ അത് ഭയങ്കരമായിട്ട് ശോഷിപ്പിച്ച് കളയും. ആണുങ്ങളുടെ സ്വഭാവത്തെയും സ്ത്രീകളുടെ ആരോഗ്യത്തെയും അത് വളരെ മോശമായി ബാധിക്കും. അതുകൊണ്ട് പടിഞ്ഞാറിൽ കുഴിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ വെച്ച് വേണം ചെയ്യുവാനായി. അത് ദുരന്ത സമാനമായിരിക്കും. ഇനി തെക്കിലെ കുഴി നോക്കാം. ചില ആൾക്കാർ ചോദിക്കുന്നത് തെക്കിലെ നേർ മധ്യത്തിൽ കുഴിക്കാമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞു കൊടുത്ത ആളുടെ തന്നെ ചോദിക്കണം, എന്താ അങ്ങനെ കുഴിക്കാൻ കാര്യം? നേർ തെക്കിൽ നിങ്ങളുടെ വീട്ടിൽ നേർ തെക്കിൽ കുഴി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട.
നേർതെക്കിലാണ്, ഈ വീഡിയോ കാണുന്ന ഒരാളുടെ വീട്ടിലെ കുഴി നേർതെക്കിലാണെങ്കിൽ അതൊരുപാട് പ്രശ്നങ്ങളായിരിക്കും ആ വീടിന് കൊടുക്കുക. നേർതെക്ക് കുഴി വരുമ്പോഴാണ് ക്യാൻസർ പോലെയുള്ള, ട്യൂമർ പോലെയുള്ള രോഗങ്ങൾ നമ്മളെ ബാധിക്കുക. അങ്ങനെ അവിടെ ആ കുഴി ഇട്ടുകൊണ്ട് നമ്മൾ ഈ രോഗങ്ങൾ ചികിത്സിച്ചാൽ പോലും ഭേദമാകുകയില്ല. രോഗങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. തെക്കും പടിഞ്ഞാറിലും കുഴി വന്നാൽ രോഗങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ആ രോഗത്തിന് ഒരന്ത്യവും ഉണ്ടാവില്ല. ഒന്നൊഴിഞ്ഞൊന്നൊഴിഞ്ഞൊന്നൊഴിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും രോഗാവസ്ഥ. ഇപ്പോൾ തെക്കോട്ട് നിൽക്കുന്ന, ഇപ്പോൾ തെക്ക് മദ്യം ചോദിച്ചതുപോലെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഒരു കുഴിയുണ്ട്, സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയാണ്, അത് മതി കെട്ടി മറച്ചാൽ മതിയോ? തികച്ചും അവരുടെ അറിവ് കുറവിൻ്റെ ആ ഒരു കാഠിന്യം ആ ചോദ്യത്തിലുണ്ട്. ആരൊക്കെയോ അവരെ കബളിപ്പിക്കുന്നതാണ്. അല്പം ബോധമുള്ള, വാസ്തുവിൻ്റെ അടിസ്ഥാനം അറിയുന്ന ഒരാൾ പോലും ഒരു വീട്ടിൽ തെക്ക് പടിഞ്ഞാറോ തെക്കിലോ തെക്ക് കിഴക്കിലോ കുഴി കുഴിച്ചു കൊടുക്കില്ല. അങ്ങനെ കുഴി കൊടുത്താൽ ആ വീടിനെ തകർത്ത് കളയാൻ കഴിയും. തെക്ക് പടിഞ്ഞാറിൽ കുഴി നിൽക്കുന്ന ആ വീട് അവിടെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഒന്നുമല്ലാതെയാകും. സർവം നശിച്ചു പോകുന്ന സ്ഥിതിയാകും ആ വീട്ടിൽ. അസ്ഥിരോഗങ്ങളും വഴക്കും കലഹവും കിറുല സ്വഭാവവുമായിരിക്കും ആ വീട്ടിലെ ബാക്കി പത്രം. സാമ്പത്തിക ദുരിതങ്ങൾ, കടങ്ങൾ, അസ്ഥിരോഗങ്ങൾ, വഴക്കുകൾ, അങ്ങനെയൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ വീടിന് മുന്നോട്ട് പോകാൻ കഴിയുക? ആ വീടിന് സ്ഥിരതയുണ്ടാകില്ല. ആ വീട്ടിൽ മാനസിക രോഗമുള്ളവർ ഒന്നുപെടാം. തെക്ക് പടിഞ്ഞാറൊരു കുഴി വന്നാൽ മതി, ആ വീടിനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ആ വീടില്ലാതെയായിത്തീരും. മാനസിക രോഗമുള്ളവർ അവിടെ ഉണ്ടായി വരാം. സ്ത്രീകളുടെ ആരോഗ്യമൊക്കെ, ആ തെക്കിൽ കുഴിയുള്ള വീടുകളിലെ സ്ത്രീകളുടെ ആരോഗ്യമൊക്കെ പറഞ്ഞറിയിക്കാനാകാത്ത അവസ്ഥയിലേക്ക് മോശമായി തീർന്നു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനീ പറയുന്ന ഓരോ വാക്കും, ഞാനീ പറയുന്ന ഓരോ വിജ്ഞാനവും നിങ്ങൾ ചുമ്മാതെ വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിത അനുഭവം എടുത്ത് നോക്കി മാത്രമേ വിശ്വസിക്കാവൂ. ഇനി നമുക്ക് നേരെ തെക്ക് കിഴക്കിലേക്ക് വരാം. തെക്ക് കിഴക്കിൽ കുഴി വന്നാൽ കേസുകൾ, വാഹനാപകടങ്ങൾ, ഒരു തലമുറയെ തന്നെ, ആ വീട്ടിലെ മക്കളെ അത് വളരെ മോശമായി ബാധിക്കും. മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്ന ഒഴിവാകാം. വിവാഹം നടന്നാൽ സ്ഥിരതയുണ്ടാവില്ല. നീ വിവാഹം നടന്നു സ്ഥിരതയുണ്ടെങ്കിൽ മക്കളുണ്ടാകുന്നതിനെ ബാധിച്ചേക്കാം. മക്കളുണ്ടായാൽ തന്നെ ജനിതക രോഗങ്ങളുള്ള കുട്ടികൾക്ക് അവിടെ പിറവി കൊള്ളേണ്ട അവസ്ഥയുണ്ടാകും. വലിയ കേസുകളും വലിയ നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകും അവിടെ തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. അപ്പം തെക്കിലും പടിഞ്ഞാറിലും യാതൊരു കുഴികളും വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കുഴികൾ വേണ്ടേ? കുഴികൾ വേണം. എവിടെയാണ്? നമുക്ക് കുഴികൾ കൊടുക്കാം. വടക്ക് കിഴക്ക് കുഴി കൊടുക്കാം, വടക്ക് കൊടുക്കാം, വടക്ക് കിഴക്ക് കൊടുക്കാം, കിഴക്ക് കൊടുക്കാം, നേരെ കിഴക്ക് കൊടുക്കാം. ഈ നേരെ കിഴക്കും നേരെ വടക്കും ഒക്കെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പറ്റില്ല. അതിന് ഉപകരണങ്ങളുടെ സഹായം വെച്ച് അത് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം നേരെ കിഴക്ക് നമ്മൾക്ക് തോന്നും, എൻ്റെ നേരെ കിഴക്കാണ് നിൽക്കുന്നത്. പക്ഷേ നേരെ കിഴക്കാവില്ല, തെക്ക് കിഴക്കിലേക്ക് തള്ളിയായിരിക്കും നിൽക്കുക. നിങ്ങൾ പറയും, എൻ്റെ കിണർ നേരെ കിഴക്കാണല്ലോ. അല്ല, തെക്ക് കിഴക്കാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു വീട്ടിൽ വാസ്തു നോക്കാൻ പോയി. വാസ്തു നോക്കാൻ പോയപ്പോഴത്തേന് ഞാൻ കിണർ മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. അവർ പറയുകയാണ്, ഈ കിണർ നേരെ കിഴക്കാണ് സാറേ, തെക്ക് കിഴക്കല്ല. എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അറിവ് കുറവുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സമ്മതിച്ചു, ഇത് കിഴക്കിലാണ്. തെക്ക് കിഴക്കിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതെല്ലാം സംഭവിച്ചു. കോടാനുകോടി ആസ്തി ഉണ്ടായിരുന്ന ആളുകൾ കേസ് പറഞ്ഞ് ആ പകുതി മുക്കാൽ ആസ്തിയും തീർന്നു പോയെന്നല്ല അവർ പറഞ്ഞു. അപ്പോൾ അത് ബോധ്യമായി അവർക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുന്ന ഒരു നേർ കിഴക്കായിരിക്കത്തില്ല യഥാർത്ഥ കിഴക്ക്. അപ്പോൾ നേരെ കിഴക്ക് കൊടുക്കാം, നേരെ വടക്ക് കൊടുക്കാം, വടക്ക് കിഴക്ക് കൊടുക്കാം. ഇനി വടക്ക് കിഴക്കിലാണ് നമ്മുടെ കിണർ നിൽക്കുന്നതെങ്കിൽ അത്യുത്തമമാണ്. വടക്കിലാണെങ്കിൽ നല്ലതാണ്, കിഴക്കിലാണ് നല്ലതാണ്. ഇനി നമുക്ക് നോക്കാം, സെപ്റ്റിക് ടാങ്ക് കുഴി വേണമല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞു, തെക്കിലും പടിഞ്ഞാറിലും കുഴിക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടിടത്താണ് സെപ്റ്റിക് ടാങ്കിന് സ്ഥാനമുള്ളത്.
വടക്ക് പടിഞ്ഞാറിലെ വടക്ക്, അതായത് പടിഞ്ഞാറ് ദിശയിൽ തന്നെ വടക്ക് വശത്തേ കുഴിക്കാവൂ. എന്നുവെച്ചാൽ എന്താ, പടിഞ്ഞാറ് ദിശയിലെ പടിഞ്ഞാറ് കുഴിയില്ല, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വടക്കിൽ കുഴിക്കുക. അപ്പോൾ വടക്കിലേ കുഴി വരുള്ളൂ, പടിഞ്ഞാറിൽ കുഴി വരില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അവിടെ സെപ്റ്റിക് ടാങ്കിന് സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ കുളിമുറിയിലേക്കുള്ള കുഴിക്ക് സ്ഥാനമുണ്ട്. പിന്നെ ഉണ്ട് നേരെ വടക്കിലും കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഈ സെപ്റ്റിക് ടാങ്കും നമ്മുടെ കിണറും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് 8 മീറ്ററെങ്കിലും അകലം പാലിക്കുവാൻ നമ്മൾ നിർബന്ധിതരാവണം. അല്ലെങ്കിൽ കോളിഫോം ബാക്ടീരിയകൾ നമ്മുടെ കിണറ്റിലെ ബാധിക്കുകയും അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി നമുക്ക് നേരെ കിഴക്കുണ്ട്. കിണർ ഈ അകലം പാലിച്ചു കഴിഞ്ഞാൽ നേരെ കിഴക്കിൽ സെപ്റ്റിക് ടാങ്ക് കുഴിക്കാം. നേരെ കിഴക്കിൽ തന്നെ തെക്കിഴക്ക് മാറ്റി നേരെ കിഴക്കിൽ തന്നെ കിഴക്കിൻ്റെ ഏകദേശം ഒരു 93 അല്ലെങ്കിൽ 95 ഡിഗ്രിയിലൊക്കെ നമുക്ക് നമ്മുടെ കുളിമുറിയിലെ വേണേ ഇത് കുഴി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ അടുക്കളയിലെ മാലിന്യത്തിൻ്റെ കുഴി കൊടുക്കാം നേരെ കിഴക്ക്. അത് ഒരിക്കലും ദോഷം വരില്ല, നല്ലതേ വരുള്ളൂ. ചില ആൾക്കാർ കബളിപ്പിക്കുന്നുണ്ട്, തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴി കുഴിച്ചാൽ ദോഷമൊന്നുമില്ല, അഗ്നി അങ്ങ് ശിക്ഷിച്ചോളൂ എന്ന്. അതൊക്കെ തികച്ചും കള്ളമാണ്, തികച്ചും അറിവുകേടാണ്. അങ്ങനൊന്നും ചെയ്തേക്കരുത്. ഈ പറഞ്ഞ കുഴികൾ കൂടാതെ നമ്മുടെ കേരളത്തിലെ ഒരു 8-10 ജില്ലകളിൽ വരുന്നൊരു പ്രതിഭാസം എന്ന് പറയുന്നത് കനാലുകൾ പോയിട്ടുണ്ട്. KIP കനാലുകൾ കേരള ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായുള്ള ഇടതുകര കനാലും വലതുകര കനാലുകളും പോയിട്ടുണ്ട്. ഈ കനാലുകൾ നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലൂടെയാണ് പോയിട്ടുള്ളതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അത് മതിൽ കെട്ടി അടച്ചാൽ മതിയാവും. മതിൽ കെട്ടി അടച്ചില്ലെങ്കിൽ ഭയങ്കര ദാരിദ്ര്യവും രോഗവുമായിരിക്കും ഫലം. കനാല് വരുന്ന വീടുകാർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളതിനെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. നിങ്ങളുടെ വീടിൻ്റെ തെക്കിലൂടെയോ നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറിലൂടെയോ കനാല് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മതിൽ കെട്ടി നിങ്ങളുടെ വസ്തുവിനെ സംരക്ഷിക്കുക. അപ്പോൾ കനാല് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാനാകില്ല, അപ്പോൾ നിങ്ങളെ അത് ബാധിക്കത്തുമില്ല. മറിച്ച് നിങ്ങളുടെ വസ്തുവിലൂടെ കനാല് തെക്കും പടിഞ്ഞാറും വന്നു പോകുന്നെങ്കിൽ നിങ്ങൾ മതിൽ കെട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ അത് വളരെ വിഷമകരമായി നിങ്ങളെ ബാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചു വരാനാകാത്ത വിധത്തിലേക്ക് നമ്മൾ തകർന്നു പോകാനൊക്കെ അവസ്ഥയുണ്ട്. മറിച്ച് ഈ കനാലുകൾ നമ്മുടെ വീടിൻ്റെ കിഴക്കോ വടക്കോ ഒക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. വടക്ക് പടിഞ്ഞാറിലാവരുത്. വടക്ക് പടിഞ്ഞാറ് വരുന്നുണ്ടെങ്കിൽ വടക്കിലൂടെ ഒഴുകുമ്പോൾ ചിലപ്പോൾ ഒരു കനാല് വടക്ക് പടിഞ്ഞാറ് വഴി പോകാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് കുറച്ച് ഭാഗത്തങ്ങ് മതിലൊട്ടി തിരിച്ചാൽ മതിയാവും. വടക്കിലും കിഴക്കിലും കനാല് പോകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കനാല് കിഴക്കിൽ പോകുമ്പോൾ തെക്ക് കിഴക്കിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വസ്തുവിൽ തെക്ക് കിഴക്കിലൂടെ തന്നെയും കനാല് പോകുന്നുണ്ടെങ്കിൽ മതിൽ കെട്ടി മറയ്ക്കണം. അല്ലെങ്കിൽ വല്ലാത്ത രോഗാവസ്ഥ ഉണ്ടാകും. തലമുറയൊക്കെ അത് ബാധിക്കും, മക്കളെ ബാധിക്കും. തുടർച്ചയായ രോഗങ്ങൾക്ക് അത് ഇടയാകും. അതിനിട കൊടുക്കരുത്. ഇതിനൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരോ ആളുകൾ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് പലതരം കമൻറ്റുകൾ, അപ്പം പൊതുജനം പലവരും എന്ന് പറഞ്ഞാൽ പലതരം കമൻറ്റുകൾ വരാറുണ്ട്. നമുക്ക് ഈ കമൻറ്റിനെല്ലാം മറുപടി കൊടുക്കാൻ പറ്റില്ല. ചില ആളുകൾ വളരെ മോശമായി കമൻറ്റ് ഇടാറുണ്ട്. അതായത് അപ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്ന അവരുടെ വിവരക്കേട് കൊണ്ടാണ്, ഒരുപക്ഷെ അവരുടെ വിജ്ഞാനക്കുറവ് കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ വിവരം വെക്കണമെന്നില്ല. മറിച്ച് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഈ പലയിടത്തും പോയി തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കുഴി ഒഴിച്ചു കൊടുത്തവരാണ് ഈ അഭിപ്രായം എന്ന കാര്യങ്ങൾ മറന്നു പോകരുത്. തെക്കും കിഴക്കിലുമൊക്കെ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറൊക്കെ ഒരു കുഴി ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വാസ്തുവിൻ്റെ ബേസിക് അറിയത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാനീ പറയുന്ന ഓരോ വിജ്ഞാനവും സ്വീകരിക്കണം. അത് സ്വീകരിക്കേണ്ടതിൻ്റെ ഫാക്റ്റ് ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ അനുഭവം എടുത്ത് നോക്കുക. തെക്ക് പടിഞ്ഞാറ് കുഴിയുണ്ടോ, എന്താണ് അനുഭവം? തെക്കിൽ കുഴിയുണ്ടോ, എന്താണ് അനുഭവം? പടിഞ്ഞാറിൽ കുഴിയുണ്ടോ, എന്താണ് അനുഭവം? അത് പഠിച്ചിട്ടേ ഈ വീഡിയോ വിശ്വസിക്കാവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറയുന്ന കേട്ട് വിശ്വസിക്കരുത്. സമാനമായി കുറച്ച് നാളിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത അപ്പോൾ ഒരാളുടെ ഒരു കമൻറ്റ് അതിൽ വന്നു, എൻ്റെ വീടിനടുത്ത് വർഷങ്ങളായിട്ട് തെക്ക് പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്കിൽ ഉള്ളൊരു വീടുണ്ട്, എനിക്കറിയാം. അവർക്ക് ഭായകുറി അടിച്ചു, അവർ കോടീശ്വരന്മാരാണ് എന്നൊക്കെ പറഞ്ഞൊരു അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അതിനകത്ത് ബോധപൂർവം ചെയ്യുന്നൊരു കമൻറ്റാണ്, നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ എടുത്ത് അത് വിളിച്ച ആളിനെ ഞാൻ ട്രേസ് ചെയ്തു.
ഞാൻ വളരെ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഞാൻ ആ സ്ഥലത്ത് പോയി നോക്കി. അങ്ങനൊരു സംഭവം ഇല്ല ആക്ച്വലി. ആ പറഞ്ഞിടത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. 2, ഈ പറഞ്ഞ ആൾ ഒന്നുകിൽ അറിവില്ലാത്തൊരു വാസ്തുകാരനാകാം, അല്ലെങ്കിൽ അയാൾ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുന്നതാവാം. ഈ വടക്കൻ കേരളത്തിലെ ആലപ്പുഴ, ഈ കായംകുളം, കരുനാഗപ്പള്ളി ഒക്കെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിൽ ഇതുപോലെ കാര്യങ്ങൾ കാണാം. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ മധ്യ കേരളത്തിൽ വടക്കൊക്കെ ഉണ്ട്, വയനാട് കണ്ണൂരൊക്കെ ഉണ്ട്, കാണുന്നൊരു പ്രതിഭാസം വീടുകളിലെ വെള്ളം കയറുന്ന പ്രദേശമാണെങ്കിൽ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കുളങ്ങൾ കുഴിച്ച് വയ്ക്കാറുണ്ട്. കുളങ്ങൾ കുഴിച്ച കുഴപ്പമില്ല, കിഴക്ക് ഭാഗത്ത് കുളം വന്നോട്ടെ, നേരെ വടക്കിലോ വടക്കിഴക്കിലോ കുളം വന്നോട്ടെ, നേർ വടക്ക് വന്നോട്ടെ, നേർ കിഴക്ക് വന്നോട്ടെ, അങ്ങനെ കുഴിക്കാവൂ. ഈ ആലപ്പുഴയിലൊക്കെ ചില വീടുകളിൽ വാസ്തു നോക്കാൻ പോകുമ്പോൾ 2ഉം 3ഉം കുളങ്ങളൊക്കെയാണ് വീടിൻ്റെ നിൽക്കുന്നത്. അതീവ ഗുരുതരമായ രോഗത്തിൽ കിടന്ന് പിടയുന്നവരാണ് അവിടെയുള്ളത്, മറന്നു പോകരുത്. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നട്ടം തിരിയുന്നവരാണ് അവരുള്ളത്. ഗുരുതരമായ നട്ടൽ രോഗങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ഈ വീടിൻ്റെ പരിസരത്ത് കുഴി മാറിപ്പോകുമ്പോൾ. അപ്പോൾ ഒരിക്കലും കുഴി മാറിപ്പോകരുത്. കുളം കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കിണർ കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സെപ്റ്റിക് ടാങ്ക് കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുളിമുറിലെ വെള്ളം പോകുന്ന കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടുക്കളയിലെ സിങ്കിന് കൊടുക്കുന്ന ടാങ്ക് ശ്രദ്ധിക്കുക. ഇതിനെല്ലാം ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഈ കറക്ഷൻ നടത്തിയാൽ രോഗങ്ങളില്ലാതെ വളരെ ഐശ്വര്യത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഈ വിജ്ഞാനം കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുക. അടുത്ത ഒരു വീട്ടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.